വെൽക്കം ബാക്ക് ടു മിച്ചൂസ് ഗാർഡൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ സെയിലിനായിട്ട് ഒരു ഒറ്റ കോംബോ ബൊഗെയിൻവില്ലയുടെ ഒരു അടിപൊളി കോംബോ മാത്രമേ നമ്മൾ സെയിലിനായിട്ട് കൊണ്ടുവന്നിട്ടുള്ളത്. നല്ല അടിപൊളി വെറൈറ്റി പ്ലാന്റ്സ് ആണ് കേട്ടോ നമ്മൾ കോംബോയിൽ ആഡ് ചെയ്തിരിക്കുന്നത്. ഒരുപാട് കോംബോയൊന്നുമില്ല, നമുക്ക് സെയിലിനായിട്ട് ഈ ഒരു കോംബോ മാത്രമേ ഈ ഒരു വെറൈറ്റിയിൽ നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ കേട്ടോ. നല്ല അടിപൊളി നല്ല നിറച്ച് പൂക്കളുണ്ടായി നിൽക്കുന്ന പ്ലാന്റിൻ്റെ കോംബോ ആണ് നമ്മൾ ഇതിനകത്ത് ഇട്ടിരിക്കുന്ന കൂടുതലും പ്ലാന്റ്സ് ഉള്ളത്. ആകെ 5 വെറൈറ്റിയാണ്. ഈ 5 വെറൈറ്റിക്കും കൂടെ നമ്മൾ ഇട്ടിരിക്കുന്ന പ്രൈസ് എന്ന് പറയുന്നത് 1600 രൂപയാണ് കേട്ടോ. 1600 രൂപയ്ക്ക് നമ്മൾ സിംഗിളായിട്ട് തന്നെ അത്യാവശ്യം നല്ല റേറ്റിന് 500 മുകളിൽ റേറ്റിന് നമ്മൾ വിറ്റുകൊണ്ടിരിക്കുന്ന പ്ലാന്റുകളാണ് നമ്മൾ കോംബോയ്ക്കായിട്ട് ഇട്ടിരിക്കുന്നത്. നിങ്ങൾക്ക് ഒരിക്കലും നഷ്ടമില്ലാത്ത നല്ല അടിപൊളി പ്രൈസ് തന്നെയാണ് കേട്ടോ ഈ കോംബോയ്ക്ക് നമ്മൾ പ്രൈസ് ഇട്ടിരിക്കുന്നത്. ഇനി നേരിട്ട് വന്ന് പർച്ചേസ് ചെയ്യേണ്ടവർക്ക് നേരിട്ട് പർച്ചേസ് ചെയ്യാം. അതല്ല ഹോം ഡെലിവറി ആവശ്യമുള്ളവർക്ക് ഹോം ഡെലിവറി നമ്മൾ ചെയ്യുന്നതായിരിക്കും. ഹോം ഡെലിവറിയുടെ ഡേറ്റ് നമുക്ക് കൃത്യമായിട്ട് പറയാൻ പറ്റില്ല, കാരണം അവർ നമ്മളിന്ന് പ്ലാന്റ് കളക്ട് ചെയ്തുകൊണ്ട് പോയിട്ട് അവർക്കൊരു ലോഡൊക്കെ ആകുന്ന ദിവസം മാത്രമാണ് അവർ എത്തിക്കുകയുള്ളൂ. പക്ഷേ സേഫ് ഡെലിവറിയാണ്, നിങ്ങൾക്ക് ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. കൃത്യമായിട്ട് അവർ പ്ലാന്റ്സ് നിങ്ങളുടെ വീടുകളിൽ എത്തിച്ച് തരും കേട്ടോ. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ആദ്യമായിട്ട് ഒരു റിക്വസ്റ്റും കൂടി ഉണ്ട്. നിങ്ങൾ ആദ്യമായിട്ട് വീഡിയോ ചാനൽ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. നമ്മുടെ ഒരുപാട് വെറൈറ്റി പ്ലാന്റ്സ് ഉണ്ട്. തായ്ലൻഡ് അഗ്ലോണിമയുടെയൊക്കെ വലിയ ശേഖരം തന്നെ നമ്മുടെ കയ്യിലുണ്ട്. ആവശ്യമുള്ളവർക്ക് കോൺടാക്റ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇന്നത്തെ കോംബോയിൽ ഇട്ടിരിക്കുന്ന പ്ലാന്റ്സിൽ ഫസ്റ്റ് കാണിക്കുന്ന പ്ലാന്റ് ചില്ലി പർപ്പിളാണ്. നോക്കുകയുള്ളൂ, നിറയെ പൂക്കളോട് കൂടിയ ചില്ലി പർപ്പിൾ പ്ലാന്റാണ് നമ്മുടെ കോംബോയിലുള്ളത്. ഒരു കാര്യം ഓർക്കുക, ചില്ലി വെറൈറ്റീസൊക്കെ ഹാങ്ങിങ് ഇട്ടാൽ ഭയങ്കര ഭംഗിയാണ് കേട്ടോ കാണാനായിട്ട്. നമ്മുടെ ഹാങ്ങിങ് പോട്ടിൽ മേടിച്ചിട്ട് അതിനകത്ത് തൂക്കിയിടുകയാണെങ്കിൽ ചില്ലി ഐറ്റംസ് താഴോട്ട് വളർന്നു കിടന്ന് കൊലകുത്തി പൂക്കളുണ്ടായി കിടക്കുക നല്ല ഭംഗിയാണ്. ചില്ലി ഐറ്റംസ് പൂത്ത് കിടക്കുന്നത് കാണാം കേട്ടോ. അതിൽ ചില്ലി പർപ്പിൾ അത്യാവശ്യം റെയറായിട്ടുള്ള ഇത് തന്നെയാണ്. ചില്ലി റെഡും ചില്ലി യെല്ലോ ഒക്കെയാണ് കോമൺ ആയിട്ടുള്ളത്. ചില്ലി പർപ്പിൾ അത്യാവശ്യം റെയറായിട്ടുള്ളത് തന്നെയാണ് കേട്ടോ. അപ്പോൾ നോക്കിക്കോളൂ, നല്ല അടിപൊളി നിറയെ പൂക്കളുള്ള ചില്ലി പർപ്പിളിൻ്റെ പ്ലാന്റാണ് ഇന്നത്തെ കോംബോയിൽ നമ്മൾ ആഡ് ചെയ്തിരിക്കുന്നത്. അതുപോലെ ഇന്നത്തെ കോംബോയിൽ നമ്മൾ ഇട്ടിരിക്കുന്ന മറ്റൊരു പ്ലാന്റാണ് വിയറ്റ്നാം മിക്സ് എന്ന പേരിൽ നമ്മൾ വിൽക്കുന്ന ഒരു ചെടിയാണ് കേട്ടോ. പിങ്കും ചോക്ലേറ്റ് കളറും മിക്സ് ആയിട്ടുള്ള, പിങ്ക് അല്ല, ഒരു തരം പീച്ച് കളറും ഒരു കുങ്കുമ കളറും അതിനോടൊപ്പം ബ്രൗൺ ഷെയ്ഡും കൂടി വരുന്ന വിയറ്റ്നാം മിക്സ് എന്ന് നമ്മൾ പറയുന്ന നമ്മൾ ഇട്ടിരിക്കുന്ന ഐഡിയ അല്ല, നമുക്ക് സെല്ലർ തന്ന ഐഡിയ ഉണ്ട്. വിയറ്റ്നാം മിക്സ് 2-3 കളർ ഷെയ്ഡ് അതിനകത്ത് വരും. ഈ ഒരു പൂക്കൾ കണ്ടാൽ തന്നെ നിങ്ങൾക്കറിയാം, നല്ല കുരകുത്തി പൂക്കളുണ്ടാവും. ഇപ്പോൾ ഇതിൻ്റെ പൂക്കളൊക്കെ പോയതാണ്, മഴ പെയ്ത് നനഞ്ഞപ്പോൾ പൂക്കളൊക്കെ കൊഴിഞ്ഞു പോയതാണ് കേട്ടോ ഇതിൻ്റെ. കാരണം ഇത് നല്ല മഴയത്തിരുന്ന ചെടിയായിരുന്നു, അതുകൊണ്ട് തന്നെ കണ്ടോ. ഇതിനകത്തൊരു ചെങ്കല്ല് കളറാണ് എങ്കിൽ ഇതിനകത്ത് വന്നപ്പോഴേക്കും ഒരു പീച്ച് കളറായി മാറി. ഇതിൻ്റെ ആ ഒരു ഇതളുകൾ, പൂക്കളുടെ ഇതളുകൾ മെച്ചുറാകുന്നതനുസരിച്ചിട്ട് കളർ ചേഞ്ചസ് ഉണ്ടാകുന്ന ഒരു അടിപൊളി പ്ലാന്റാണ്. നമ്മളിത് തന്നെ സിംഗിൾ നമ്മൾ 1000 മുതൽ താഴോട്ട് ഇങ്ങോട്ട് 600 വരെ റേഞ്ചിലാണ് നമ്മൾ സെയിൽ ചെയ്തുകൊണ്ടിരുന്നത്. ഈ ഒരു പ്ലാന്റ് നമ്മുടെ കോംബോയിൽ ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെ നമ്മുടെ സിംഗിളായി വാങ്ങിയ ആളുകൾ കാണുന്നുണ്ടെങ്കിൽ ഒന്നും വിചാരിക്കരുത്, നമ്മളിത് സെയിൽ തീർക്കാൻ വേണ്ടിയിട്ട് നമുക്ക് വെക്കാൻ സ്ഥലമില്ല. മഴ വന്നു കഴിഞ്ഞാൽ പ്ലാന്റ് സൂക്ഷിക്കാൻ സ്ഥലമില്ലാത്തതുകൊണ്ട് നഷ്ടപ്പെട്ടു പോകുന്നതിലും നല്ലതല്ലേ എന്ന് ഓർത്തിട്ടാണ് കേട്ടോ നമ്മൾ ഈ ചെറിയ വിലയ്ക്ക് കോംബോ ഇട്ട് നമ്മൾ ഈ പ്ലാന്റ്സൊക്കെ തീർക്കുന്നത്. അപ്പോൾ അടുത്ത ചെടിയിലേക്ക് പോവാം. ഇതിൻ്റെ ഐഡിയ എനിക്ക് കൃത്യമായിട്ട് അറിയില്ല. നല്ല തിക്കായിട്ട് പൂ വിരിയുന്ന ഒരു സാധാരണ നമ്മുടെ നോർമൽ വെറൈറ്റി ഒരു റെഡ് കളറ് ചെടിയാണ് കേട്ടോ നമുക്ക് ഈ കോംബോയിൽ ഉള്ളത്. ഇനി മറ്റൊരു അടിപൊളി പ്ലാന്റാണ് പലേക്കർ. എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ളൊരു പ്ലാന്റാണ് പലേക്കർ. നിങ്ങൾ ശ്രദ്ധിച്ചാലറിയാം, ഇതിൻ്റെ പൂക്കളേക്കാൾ ആ ഇതളുകളേക്കാൾ നല്ല ഭംഗിയാണ് ഇതിന് നടുക്കുള്ള ആ ഒരു ഇത് കാണാനായിട്ട്. നോക്കിക്കേ, നല്ല ഭംഗിയാണ്. ഓരോന്നിങ്ങനെ വിടർന്ന് ഇങ്ങനെ നിൽക്കും. അപ്പോൾ നമ്മൾ ദൂരേന്ന് നോക്കുമ്പോൾ നമ്മൾക്ക് ആ പൂക്കളുടെ ഇതളുകളേക്കാൾ കൂടുതൽ അതിൻ്റെ നടുക്കുള്ള ഈ ഒരു ഇതാണ് മുകുളങ്ങളാണ് ഇങ്ങനെ നമ്മൾ കൂടുതലായിട്ട് അട്രാക്റ്റ് ചെയ്യിക്കുന്നത്. അത്ര ഭംഗിയാണ് കേട്ടോ കാണാനായിട്ട്. ഇതിങ്ങനെ കൊലകുത്തി പൂവുണ്ടാകും. ഇത് നമുക്ക് വേണമെങ്കിൽ ഒരു സ്റ്റിക്ക് കുത്തി ഇങ്ങനെ കയറ്റി വിടാം. മറ്റേ ബുഷ് പോലെ ആക്കുന്നതിനേക്കാളും ഭംഗി ഒരു സ്റ്റിക്ക് കുത്തി ഇങ്ങനെ കയറ്റി വിട്ടിട്ട് മുകളിൽ ഇങ്ങനെ നിറയെ പൂത്ത് നിൽക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഹാങ്ങിങ് പോട്ടിലിട്ട് താഴത്തോട്ട് ഹാങ് ചെയ്തും വളർത്താവുന്നതാണ്. ഇതിപ്പോൾ ഹാങ്ങിങ് പരുവത്തിലാണ് കിടക്കുന്നത്, കാരണം നമ്മൾ ഒരുപാട് ചെടികൾ ഇങ്ങനെ കൊണ്ടുവച്ച കൂട്ടത്തിൽ ഇവരെ മുകളിൽ വെക്കാതെ നിലത്ത് വെച്ചത് കൊണ്ട് ഇവർ താഴത്തേക്ക് പോയി. സ്റ്റിക്ക് കുത്തി കൊടുത്തിരുന്നെങ്കിൽ ഇവരും കയറി പോയനെ. പലേക്കർ എന്നാണ് കേട്ടോ പറയുന്നത്. നല്ല ഭംഗിയാണ് കാണാനായിട്ട് കേട്ടോ. ഇനി ഇന്നത്തെ കോംബോയിലെ ഏറ്റവും സൂപ്പർ താരമാണ് ഓറഞ്ച് ബട്ടർഫ്ലൈ.
നിറയെ പൂക്കളുണ്ട് ഓറഞ്ച് ബട്ടർഫ്ലൈക്ക്. വെരിഗേറ്റഡ് ലീഫിന് പൂക്കളില്ലെങ്കിൽ പോലും ചെടി ഭയങ്കര ബ്യൂട്ടിഫുള്ളാണ്, ബിക്കോസ് വെരിഗേറ്റഡ് ലീഫാണ് കേട്ടോ. ലീഫും ഭയങ്കര ഭംഗിയാണ് കേട്ടോ. ഗ്രീനും വൈറ്റും മിക്സ് ആയിട്ടുള്ള ലീഫും നല്ല അടിപൊളി കളറും. അപ്പോൾ ഓറഞ്ച് ബട്ടർഫ്ലൈയുടെ പ്ലാന്റൊക്കെ അത്യാവശ്യം റെയറായിട്ടുള്ള പ്ലാന്റ് തന്നെയാണ്. നമ്മൾ റെയർ പ്ലാന്റ്സിൻ്റെ കളക്ഷൻ്റെ കൂട്ടത്തിൽ നമ്മൾ സെയിൽ ചെയ്യുന്ന പ്ലാന്റ് നമ്മൾ കോംബോയിൽ ആഡ് ചെയ്തിട്ടുണ്ട്. ഈ 5 പ്ലാന്റും കൂടി നിങ്ങൾ ഹോം ഡെലിവറി ആണെങ്കിൽ നിങ്ങൾക്ക് 400 രൂപയാണ് കേട്ടോ ബോക്സിനാവുന്നത്. ഒരു ബോക്സിന് 400 രൂപയാണ് കൊറിയർ ചാർജ് അവർ മേടിക്കുന്നത്. അപ്പോൾ അടുത്ത ദിവസങ്ങളിലൊക്കെ നമുക്ക് ട്രിവാൻഡ്രത്തേക്കൊക്കെ ഹോം ഡെലിവറിയുടെ വണ്ടി പോകുന്നുണ്ട്. ആ സൈഡുള്ളവരൊക്കെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നാളെ തന്നെ മൺഡേ തന്നെ നമ്മൾ പ്ലാൻസ് എല്ലാം ഡിസ്പാച്ച് ചെയ്യുന്നതാണ് കേട്ടോ. അപ്പോൾ ഈ കുഞ്ഞു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വരുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ ടാറ്റാ.